നിബുചാന്റെ കൈപ്പുണ്യം ഒന്ന് നേരിൽ കണ്ടറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾ റെഡിയല്ലേ? അപ്പൊ ഞാൻ എന്തായാലും കിച്ചണിലേക്ക് ഇടിച്ചു കയറാൻ പോവാണ്. പ്രോൺസ് മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് എങ്ങനെ ഇത് ഉണ്ടാക്കുന്നതെന്ന് കാണുന്നതും ഇത് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നതും ആദ്യമായിട്ടാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ ക്വിക്ക്ലിയാണ് അല്ലേ? 5 മിനിറ്റ്സ് മതി. അതെ, അടിപൊളി. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഷെഫ് നിബു റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു പ്രോൺസിൻ്റെ ഒരു ഐറ്റമാണ്. പ്രോൺസ് സിമ്പിളായിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു പാൻ ഗ്രില്ലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കി നമ്മൾ കൊടുക്കുന്നത് കൃഷ്ണപ്രഭ എന്ന് പറഞ്ഞ മേഡത്തിനാണ് നമ്മളിത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മേഡം നമ്മളോട് ഇത് കുക്ക് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഈ പ്രോൺസ് ഉണ്ടാക്കുന്ന മെത്തേഡും അതുപോലെ തന്നെ ഈ വീഡിയോയിലൂടെ നമുക്ക് കൃഷ്ണപ്രഭ മേഡത്തിനെ കാണുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ കുക്കിങ്ങിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമ്മുടെ കുക്കിങ്ങിലേക്ക് നമ്മൾ പോകാൻ പോവാണ്. അതിനു മുമ്പ് നമുക്കിത് ഓരോന്നായിട്ട് പരിചയപ്പെടണം. പ്രോൺസും മസാലാസും ഇത് ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ കൂട്ടുകാരെ, പ്രോൺ മുളകിട്ടതിന് വേണ്ട മസാലകളാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് ഓരോന്നായി പരിചയപ്പെടാം. കുരുമുളക് പൊടി, മുളക് പൊടി, കറിവേപ്പില, തേങ്ങാക്കൊത്ത്, റെഡ് ചില്ലി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, തേങ്ങാപ്പാൽ, കോക്കനട്ട് ഓയിൽ, നല്ലവണ്ണം ക്ലീൻ ചെയ്ത ചെമ്മീനും. നല്ലവണ്ണം ക്ലീൻ ചെയ്ത ചെമ്മീനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഉപ്പും പിന്നീട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും ചേർക്കുക. കുറച്ച് ചെറുതായി അരിഞ്ഞ ചെറുള്ളിയും വത്തലമുളകും വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചിയും ഇട്ട് കൊടുക്കുക. ശേഷം ഇതിന് പുളി കിട്ടാൻ വേണ്ടി വാളംപുളി വെള്ളം ഒരു 2 സ്പൂണോ 3 സ്പൂൺ ചേർത്ത് കൊടുക്കുക. ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർക്കുക. ചേർത്ത ശേഷം ഇത് നല്ലവണ്ണം മസാല പിടിക്കാൻ വേണ്ടി കൈ കൊണ്ട് നല്ലവണ്ണം തിരുമ്മുക, അല്ല സ്പൂൺ വെച്ചായാലും കുഴപ്പമില്ല. മസാല നല്ലവണ്ണം പ്രോൺസിൽ പിടിക്കണം. അപ്പോൾ 2 മിനിറ്റ് ഒന്ന് മസാല ഇട്ട് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അതിനുശേഷം ഇനി നമുക്ക് മസാല പിടിച്ച ചെമ്മീൻ നമുക്കിനി പാനിലിട്ട് ഗ്രില്ല് ചെയ്യാം. ഇതിന് കുറച്ച് വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഇട്ട് ചൂടാക്കാം. വെളിച്ചെണ്ണ ചൂടായ ശേഷം മസാല ഇട്ട ചെമ്മീൻ ആ പാനിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. ഗ്രില്ല് ചെയ്യുക, ലൈറ്റായിട്ട് ഗ്രില്ല് ചെയ്യുക. അപ്പോൾ അതിങ്ങനെ ഒരു സൈഡ് ഗ്രില്ലായി റെഡിയായി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇങ്ങനെ ഇട്ട് കൊടുത്ത് നല്ലവണ്ണം അങ്ങ് ഇളക്കുക. അപ്പോൾ ഇങ്ങനെ പയ്യെ പയ്യെ ടോസ് ചെയ്തും ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കുക. അപ്പോഴേക്ക് ഓൾമോസ്റ്റ് റെഡിയായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക. അത് പാനിട്ട് ഇങ്ങനെ കറക്കിയാൽ മതി. അപ്പോൾ അതിങ്ങനെ പ്രോൺസ് നല്ല ജ്യൂസി ആയിട്ട് കുക്കാകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറച്ച് ലൈറ്റ് ഗ്രില്ലായ ശേഷം ആ തേങ്ങാപ്പാൽ വറ്റിയ ശേഷം കോക്കനട്ട് കൊത്ത്, അതായത് കോക്കനട്ട് ഇട്ട് അതിലേക്ക് ഒന്നും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ റോസ്റ്റ് ചെയ്യുമ്പോഴേക്ക് അതിൽ തേങ്ങാപ്പാലൊക്കെ വലിഞ്ഞ് കുക്കായി ആവും. ഇപ്പം നമ്മുടെ പ്രോൺസ് ഓൾമോസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് മേഡത്തിനെ വിളിച്ച് ബാക്കി ഫൈനൽ സ്റ്റേജ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് കൃഷ്ണപ്രഭ മേഡത്തിനെ ഇങ്ങോട്ട് കിച്ചണിലേക്ക് വിളിക്കാം. ഹലോ, ഇന്ന് ഞാൻ നിബുചാന്റെ കൈപ്പുണ്യം ഒന്ന് നേരിൽ കണ്ടറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾ റെഡിയല്ലേ? അപ്പൊ ഞാൻ എന്തായാലും കിച്ചണിലേക്ക് ഇടിച്ചു കയറാൻ പോവാണ്. അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് നമ്മുടെ കൃഷ്ണപ്രഭ മേഡമാണ് ചെയ്യുന്നത്. അപ്പോൾ മേഡത്തിൻ്റെ ലാസ്റ്റ് ഇതാണ്. അപ്പോൾ മേഡം ചെയ്യുന്നതും മേഡം പറയുന്നതും നമുക്ക് കേൾക്കാം. പ്രോൺസ് മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് എങ്ങനെ ഇത് ഉണ്ടാക്കുന്നതെന്ന് കാണുന്നതും ഇത് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നതും ആദ്യമായിട്ടാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ ക്വിക്ക്ലിയാണ് അല്ലേ? ഒരു മാക്സിമം ഒരു 5 മിനിറ്റ്സ് മതി ഉണ്ടാക്കാൻ. 5 മിനിറ്റ്സ് മതി. അതെ, അടിപൊളി. അപ്പോൾ കണ്ടിട്ട് എന്തായാലും കിടിലാണ്. കാരണം നല്ല പച്ചക്കുരുമുളകും എല്ലാം ഉണ്ട്. ഞാൻ കുറച്ച് സ്പൈസി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ടിട്ട് തന്നെ എനിക്ക് എന്തായാലും കഴിക്കാനൊക്കെ തോന്നുന്നുണ്ട്. അടിപൊളിയായിട്ട് ഇനി നമ്മൾ മേഡത്തിന് വേണ്ടി നമ്മൾ പ്ലേറ്റിൽ സെറ്റ് ചെയ്ത് റെസ്റ്റോറൻറ്റിലേക്ക് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാം. ഓക്കെ.
സൂപ്പർ. ഞാനിങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു ഒരു 10 മിനിറ്റിനുള്ളിൽ ഇങ്ങനെ ഇത്ര പെട്ടെന്നുള്ള ഇത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡ് എങ്ങനെ ഇത്ര ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് എനിക്ക് ഇപ്പോഴും ഭയങ്കര അതിശയമായിട്ടുള്ള ഒരു കാര്യമാണ്. സൂപ്പർ നിബു ചേട്ടാ, സൂപ്പർ. കലക്കി. അപ്പോൾ കൂട്ടുകാർക്കെല്ലാം ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ റെസിപ്പിയും ഈ ഫുഡും എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ബെല്ലൈക്കണിൽ പ്രസ് ചെയ്യണം. നല്ല നല്ല കമൻറ്റുകൾ ഇടണം. അതുപോലെ എന്തെങ്കിലും നല്ല നല്ല റെസിപ്പീസ് ഉണ്ടെങ്കിൽ പറയുവാണെങ്കിൽ നമ്മളത് വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോ പുതിയ സെലിബ്രിറ്റിയും പുതിയ ഫുഡുമായിട്ട് നമുക്ക് കാണാം. ബൈ ബൈ.